ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സുധീൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ജീവിതത്തെ മികച്ച രീതിയിൽ കെട്ടിപ്പടുക്കാനുള്ള ഉപാധിയായാണ് വിദ്യാഭ്യാസത്തെ കാണേണ്ടതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പരീക്ഷാ പേ ചർച്ചയുടെ രണ്ടാം ഭാഗം തിങ്കളാഴ്ച രാവിലെ. രാജ്യത്ത് അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിക്ക് കീഴിൽ 170 റെയിൽവേ സ്റ്റേഷനുകളുടെ പുനർവികസന പ്രവർത്തനങ്ങൾ പൂർത്തിയായതായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. സംസ്ഥാനത്ത് സുരക്ഷിതവും പോഷക സമൃദ്ധവുമായ ഭക്ഷണ സംസ്കാരം പ്രോത്സാഹിപ്പിക്കുന്നതിനായുള്ള ഈറ്റ് റൈറ്റ് കേരള പരിപാടി ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്തു. അണ്ടർ-19 ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് കിരീടം ഇന്ത്യയ്ക്ക്. വാർത്തകൾ വിശദമായി. അണ്ടർ-19 ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് കിരീടം ഇന്ത്യയ്ക്ക്. സിംബാബ്വേയിലെ ഹരാരയിൽ നടന്ന ഫൈനലിൽ ഇംഗ്ലണ്ടിനെ 100 റൺസിന് തോൽപ്പിച്ചാണ് ഇന്ത്യ ജേതാക്കളായത്. അണ്ടർ-19 ലോകകപ്പിൽ ഇന്ത്യയുടെ 6ാം കിരീട നേട്ടമാണിത്. ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ഇന്ത്യ നിശ്ചിത 50 ഓവറിൽ 9 വിക്കറ്റിന് 411 റൺസ് എടുത്തു. മറുപടി ബാറ്റിംഗിൽ ഇംഗ്ലണ്ട് 40.2 ഓവറിൽ 311 റൺസിന് എല്ലാവരും പുറത്തായി. ഇന്ത്യയ്ക്ക് വേണ്ടി ഓപ്പണർ വൈഭവ് സൂര്യവംശി സെഞ്ചുറി നേടി. പരീക്ഷകളെ ഒരിക്കലും ജീവിതത്തിന്റെ പരീക്ഷണങ്ങളായി കാണരുതെന്നും ജീവിതത്തെ മികച്ച രീതിയിൽ കെട്ടിപ്പടുക്കാനുള്ള ഉപാധിയായാണ് വിദ്യാഭ്യാസത്തെ കാണേണ്ടതെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിദ്യാഭ്യാസവും വിനോദവും കഴിവുകളും ഒന്നിച്ചു കൊണ്ടുപോകുന്നതിലൂടെ ജീവിതത്തിൽ വളർച്ച കൈവരിക്കാനാകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പരീക്ഷാ പേ ചർച്ചയിലൂടെ വിദ്യാർത്ഥികളുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. വിദ്യാർത്ഥികളുടെ പഠന വേഗത തിരിച്ചറിഞ്ഞ് അധ്യാപകർ അവർക്കൊപ്പം സഞ്ചരിക്കണമെന്ന് പറഞ്ഞ അദ്ദേഹം മാതാപിതാക്കൾ കുട്ടികളിൽ സമ്മർദ്ദം ചെലുത്താതെ അവർക്കാവശ്യമായ പിന്തുണ നൽകി പ്രോത്സാഹിപ്പിക്കണമെന്നും പറഞ്ഞു. हम जिंदगी परीक्षा के लिए नहीं है, हमारे जीवन को बनाने के लिए शिक्षा एक माध्यम है और हम शिक्षा सही करते हैं, गलत करते हैं तो बार बार हम अपने एग्जाम करते हैं. तो ये जो एग्जाम है वो हमें अपने आप को एग्जामिन करने के लिए एग्जाम है. अल्टीमेट गोल एग्जाम के नंबर नहीं हो सकता है. अल्टीमेट गोल संपूर्ण जीवन के विकास का होना चाहिए. പരീക്ഷാ പേ ചർച്ചയെക്കുറിച്ച് കോഴിക്കോട് PM ശ്രീ കേന്ദ്രീയ വിദ്യാലയത്തിലെ +1 വിദ്യാർത്ഥിനി നതാശയുടെ പ്രതികരണത്തിലേക്ക്. ഞാൻ നതാശ, PM ശ്രീ കേന്ദ്രീയ വിദ്യാലയ നമ്പർ 1 കാലിക്കറ്റിലെ +1 വിദ്യാർത്ഥിനിയാണ്. ഇന്ത്യയിൽ തന്നെ പല മൂലയിലും ഉള്ള കുട്ടികളെ നേരിട്ട് സന്ദർശിച്ച് അവരുടെ പ്രശ്നങ്ങളെ കേട്ടറിഞ്ഞ് അതിനുള്ള സൊല്യൂഷൻസ് പറഞ്ഞു കൊടുത്ത് വളരെ വലിയൊരു ഉപകാരം എന്നുള്ള രീതിയിലാണ് പ്രധാനമന്ത്രിയുടെ ഈ സെഷൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇത് ഇന്ത്യയിലെ എല്ലാ മൂലയിലുള്ള കുട്ടികളെ ഒന്നിച്ചു ചേർക്കാനും സഹായിച്ചു. പരീക്ഷാ പേ ചർച്ചയുടെ രണ്ടാം ഭാഗം തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് നടക്കും. ഇന്ത്യ-US വ്യാപാര കരാർ ഉൾപ്പെടെയുള്ള വിവിധ വിഷയങ്ങളിൽ പ്രതിപക്ഷം ഉയർത്തിയ പ്രതിഷേധത്തെ തുടർന്ന് ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. തുടക്കത്തിൽ ബഹളത്തെ തുടർന്ന് ഉച്ചയ്ക്ക് 12 മണിവരെ സഭാ നടപടികൾ നിർത്തിവച്ചിരുന്നു. പിന്നീട് വീണ്ടും സഭ സമ്മേളിച്ചപ്പോഴും പ്രതിഷേധം തുടർന്ന സാഹചര്യത്തിൽ സഭ ഇന്നത്തേക്ക് പിരിയുകയായിരുന്നു. രാജ്യസഭ ഇന്ന് സാധാരണ നിലയിൽ പ്രവർത്തിച്ചു. ശൂന്യവേളയിൽ അംഗങ്ങൾ പൊതുപ്രാധാന്യമുള്ള വിഷയം ഉന്നയിക്കുകയും പിന്നീട് ചോദ്യോത്തരവേള ആരംഭിക്കുകയും ചെയ്തു. പാർലമെന്റിന്റെ ഇരുസഭകളും തിങ്കളാഴ്ച വീണ്ടും സമ്മേളിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മലേഷ്യൻ സന്ദർശനത്തിന് നാളെ തുടക്കമാകും. പ്രധാനമന്ത്രിയുടെ 3ാമത്തെ മലേഷ്യ സന്ദർശനമാണിത്. വ്യാപാരം, പ്രതിരോധം, ഊർജ്ജം, സെമി കണ്ടക്ടറുകൾ തുടങ്ങിയ മേഖലകളിൽ ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. 10ാമത് ഇന്ത്യ മലേഷ്യ CEO ഫോറത്തിലും പ്രധാനമന്ത്രി പങ്കെടുക്കും. 2 ദിവസത്തെ സന്ദർശനത്തിന് ജമ്മു കശ്മീരിലെത്തിയ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് കഥുവ ജില്ലയിലെ അന്താരാഷ്ട്ര അതിർത്തി പ്രദേശമായ ഹിരാനഗർ സെക്ടർ സന്ദർശിച്ചു. അതിർത്തി സുരക്ഷാ സേനാ ഉദ്യോഗസ്ഥർക്കായി വിവിധ ക്ഷേമ പദ്ധതികൾക്ക് തുടക്കം കുറിച്ച അദ്ദേഹം BSF ഉദ്യോഗസ്ഥരുമായി അതിർത്തിയിലെ സ്ഥിതിഗതികളെക്കുറിച്ച് ചർച്ച നടത്തുകയും ചെയ്തു. ലോക് ഭവനിൽ നടന്ന ഉന്നതതല സുരക്ഷാ അവലോകന യോഗത്തിൽ ശ്രീ അമിത്ഷാ അധ്യക്ഷത വഹിച്ചു. ജമ്മു കാശ്മീരിലെ വികസനം അവലോകനം ചെയ്യുന്നതിനായി ആഭ്യന്തരമന്ത്രി നാളെ മറ്റൊരു ഉന്നതതല യോഗം ചേരും. രാജ്യത്ത് അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിക്ക് കീഴിൽ 170 റെയിൽവേ സ്റ്റേഷനുകളുടെ പുനർവികസന പ്രവർത്തനങ്ങൾ പൂർത്തിയായതായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. യാത്രക്കാരുടെ സുരക്ഷയ്ക്കും യാത്രാ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിലുമാണ് സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്ന് അദ്ദേഹം രാജ്യസഭയിൽ ചോദ്യോത്തരവേളയിൽ പറഞ്ഞു. റെയിൽ ശൃംഖലയുടെ ശേഷി ഇരട്ടിയാക്കുന്ന വിവിധ റെയിൽവേ പദ്ധതികളിൽ കേന്ദ്ര സർക്കാർ പ്രവർത്തിച്ചു വരികയാണെന്നും ശ്രീ അശ്വിനി വൈഷ്ണവ് ചൂണ്ടിക്കാട്ടി. അങ്കമാലി ശബരിമല റെയിൽവേ ലൈൻ സംബന്ധിച്ച് കേരള മുഖ്യമന്ത്രിയെയും സംസ്ഥാന സർക്കാരിനെയും നിരവധി തവണ സമീപിച്ചിട്ടുണ്ടെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്.
മുഖ്യമന്ത്രി ഭൂമി ഏറ്റെടുക്കൽ പ്രക്രിയ ആരംഭിച്ചുവെന്നും തെരഞ്ഞെടുപ്പിന് ശേഷവും അത് തുടരുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു. മറ്റന്നാൾ സൗദി അറേബ്യയിൽ ആരംഭിക്കുന്ന ലോക പ്രതിരോധ പ്രദർശനത്തിന്റെ 3ാം പതിപ്പിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ പ്രതിരോധ സഹമന്ത്രി സഞ്ജയ് സേത്ത് നയിക്കും. പ്രതിരോധ നിർമ്മാണ വകുപ്പിലെയും സായുധ സേനയിലെയും മുതിർന്ന ഉദ്യോഗസ്ഥർ അടങ്ങുന്നതാണ് ഇന്ത്യൻ പ്രതിനിധി സംഘം. പ്രദർശനത്തിലെ ഇന്ത്യയുടെ പവലിയൻ കേന്ദ്ര സഹമന്ത്രി ഉദ്ഘാടനം ചെയ്യും. 2 ദിവസത്തെ പ്രദർശനത്തിൽ 700-ലധികം പ്രദർശകരും 400-ഓളം ഔദ്യോഗിക പ്രതിനിധികളും പങ്കെടുക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ്_TVM X ഹാൻഡിലും ലഭ്യമാണ്. പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ പദ്ധതിക്ക് കീഴിൽ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കുമായി 3,87,00,000-ലധികം വീടുകൾ അനുവദിച്ചിട്ടുണ്ടെന്ന് കേന്ദ്ര ഗ്രാമവികസന സഹമന്ത്രി ചന്ദ്രശേഖർ പെമസാനി. ഈ മാസം 2-ാം തീയതി വരെ 2,95,00,000-ലധികം വീടുകളുടെ നിർമ്മാണം പൂർത്തിയായെന്ന് അദ്ദേഹം രാജ്യസഭയിൽ രേഖാമൂലം നൽകിയ മറുപടിയിൽ പറഞ്ഞു. 2029 മാർച്ചോടെ 4,95,00,000 വീടുകൾ നിർമ്മിക്കുകയെന്ന ലക്ഷ്യത്തോടെ 2016 ഏപ്രിൽ 1-നാണ് സർക്കാർ PM ആവാസ് യോജന പദ്ധതിക്ക് തുടക്കമിട്ടത്. കേരളത്തിന്റെ വളർത്തുമകളായ പെപിത സേത്ത് ഇനി മുതൽ സ്വന്തം മകൾ. ആനയും തെയ്യവും കാവും ഉത്സവങ്ങളും കണ്ട് കൊതി തീരാത്ത ഈ 84-കാരി ഇനി സ്വന്തം നാടായ ബ്രിട്ടനിലേക്ക് മടങ്ങില്ല. ഇന്ത്യൻ പൌരത്വം സ്വീകരിക്കാനുള്ള പെപിതയുടെ തീരുമാനത്തിന് ഔദ്യോഗിക അംഗീകാരമായി. വിശദാംശങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്. തൃശൂർ കളക്ടറേറ്റിൽ നടന്ന ചടങ്ങിൽ കളക്ടർ അർജുൻ പാണ്ഡ്യനിൽ നിന്ന് പൌരത്വ സർട്ടിഫിക്കറ്റ് പെപിത സേത്ത് ഏറ്റുവാങ്ങി. കേരളത്തിന്റെ കലയും സംസ്കാരവും ലോകത്തിന്റെ കാഴ്ചയിലെത്തിച്ച പെപിതയെ 2012-ൽ രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചിരുന്നു. ഔദ്യോഗികമായി ഇന്ത്യക്കാരിയാകുന്നതിൽ അഭിമാനമുണ്ടെന്ന് പെപിത പറഞ്ഞു. ബ്രിട്ടീഷ് പട്ടാളക്കാരനായിരുന്ന അമ്മയുടെ മുത്തച്ഛന്റെ ഡയറി താളുകൾ വായിച്ചു ഭ്രമിച്ച് ഫോട്ടോഗ്രാഫറും എഴുത്തുകാരിയുമായ പെപിത 27-ാം വയസ്സിലാണ് ഇന്ത്യയിലേക്ക് തിരിച്ചത്. നിക്കോൺ ക്യാമറയിൽ അവർ അന്ന് പകർത്തിയ മദപ്പാടിൽ പനമ്പട്ടയും മണ്ണും വീശിയെറിയുന്ന ഗുരുവായൂർ കേശവന്റെ അപൂർവ ചിത്രം ലോകശ്രദ്ധ നേടി. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ സ്വതന്ത്രവും നീതിയുക്തവുമാണെന്ന് ഉറപ്പാക്കണമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ. കേരളം, അസം, പുതുച്ചേരി, തമിഴ്നാട്, പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നിരീക്ഷകർക്കുള്ള യോഗത്തിന്റെ സമാപനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പരാതികളിൽ ഉടനടി പരിഹാരം കാണുന്നത് തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കാൻ സഹായിക്കുമെന്ന് യോഗത്തിൽ അഭിപ്രായമുയർന്നു. 2 ദിവസത്തെ യോഗത്തിൽ 3 ബാച്ചുകളിലായി 1444 ഉദ്യോഗസ്ഥരാണ് പങ്കെടുത്തത്. കേരളത്തിൽ SIR-ന്റെ ഭാഗമായുള്ള ഹിയറിംഗിലൂടെ 21,130 പേർ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. ഇതിൽ 2,804 പേർ എന്യൂമറേഷൻ കാലഘട്ടത്തിൽ മരണപ്പെട്ടവരും 1,039 പേർ വിദേശ പൌരത്വം സ്വീകരിച്ചവരും 17,287 പേർ താമസം മാറിയവരുമാണെന്ന് അദ്ദേഹം അറിയിച്ചു. അന്തിമ വോട്ടർ പട്ടിക ഈ മാസം 21-ന് പ്രസിദ്ധീകരിക്കും. ഉത്തർപ്രദേശിൽ നടക്കുന്ന തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്മേലുള്ള അവകാശവാദങ്ങളും എതിർപ്പുകളും സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി അടുത്ത മാസം 6 വരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നീട്ടി. ഇതിലൂടെ വോട്ടർമാർക്ക് അവരുടെ വിശദാംശങ്ങൾ പരിശോധിക്കാനും തിരുത്തലുകൾക്കും പേരുകൾ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നത് ഉറപ്പാക്കാനും അധിക സമയം നൽകും. കേരളത്തിൽ സുരക്ഷിതവും പോഷക സമൃദ്ധവുമായ ഭക്ഷണ സംസ്കാരം പ്രോത്സാഹിപ്പിക്കുന്നതിന് ഈറ്റ് റൈറ്റ് കേരള സേഫ് ഫുഡ് ഫോർ ബെറ്റർ ലൈഫ് എന്ന പരിപാടിക്ക് തിരുവനന്തപുരത്ത് തുടക്കമായി. ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്തു. കുട്ടികളിലും മുതിർന്നവരിലും ആരോഗ്യകരമായ ഭക്ഷണശീലം വളർത്തുന്നതിനും ജീവിതശൈലി രോഗങ്ങൾ തടയുന്നതിനും ലക്ഷ്യമിട്ടാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പരിപാടി സംഘടിപ്പിക്കുന്നത്. വയനാട് മുണ്ടക്കൈ ദുരന്തത്തിൽ 11 പേർ നഷ്ടപ്പെട്ട കുടുംബത്തിലെ അംഗത്തോട് നീതി കാട്ടണമെന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. ദുരന്തബാധിതനായി പരിഗണിച്ച് താമസിക്കുന്ന വീടിന്റെ വാടക നൽകുമ്പോൾ പുനരധിവാസ പദ്ധതിയിൽ നിന്നും അദ്ദേഹത്തെ ഒഴിവാക്കുന്നത് വൈരുദ്ധ്യമാണെന്ന് കമ്മീഷൻ പറഞ്ഞു. പത്തനംതിട്ട തിരുവല്ലയിൽ ഗുണ്ടാപ്പിരിവ് നൽകാത്തതിനെ തുടർന്ന് സ്പാ ജീവനക്കാരിയെ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കിയ സംഭവത്തിൽ 3 പേർ അറസ്റ്റിൽ. 50,000 രൂപ ആവശ്യപ്പെട്ട സംഘമാണ് യുവതിയെ ബലാത്സംഗത്തിന് ഇരയാക്കിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. ജീവിതത്തെ മികച്ച രീതിയിൽ കെട്ടിപ്പടുക്കാനുള്ള ഉപാധിയായാണ് വിദ്യാഭ്യാസത്തെ കാണേണ്ടതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പരീക്ഷാ പേ ചർച്ചയുടെ 2ാം ഭാഗം തിങ്കളാഴ്ച രാവിലെ. രാജ്യത്ത് അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിക്ക് കീഴിൽ 170 റെയിൽവേ സ്റ്റേഷനുകളുടെ പുനർവികസന പ്രവർത്തനങ്ങൾ പൂർത്തിയായതായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. സംസ്ഥാനത്ത് സുരക്ഷിതവും പോഷക സമൃദ്ധവുമായ ഭക്ഷണ സംസ്കാരം പ്രോത്സാഹിപ്പിക്കുന്നതിനായുള്ള ഈറ്റ് റൈറ്റ് കേരള പരിപാടി ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്തു. അണ്ടർ-19 ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് കിരീടം ഇന്ത്യയ്ക്ക്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.